എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സംഗീത വിദ്യാർത്ഥി പഠിച്ച് തുടങ്ങുന്ന സമയത്ത് പഠിക്കുന്നതിലെ ഒരു പാഠഭാഗമാണിത്. പഠിച്ചു തുടങ്ങുന്നത് സപ്തസ്വരത്തിലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സരളി വരിശകൾ കഴിഞ്ഞാൽ ഉടൻ വരുന്ന ഒരു പാഠഭാഗമാണ് മധ്യസ്ഥായി വരിശകൾ എന്ന് പറയും. നമുക്കിന്ന് ആ വരിശകളൊന്ന് പഠിക്കാം. 5 സ്വരങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് മധ്യസ്ഥായി വരിശകൾ എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വളരെ കേൾക്കാൻ വളരെ മനോഹരമായിട്ടുള്ളതുമായ ഈസിയുമായിട്ടുള്ള ഒരു സ്വരമാണ് മധ്യസ്ഥായി വരിശകൾ. നമുക്കൊന്ന് പാടി നോക്കാം. ഇത് 3 സ്പീഡിലായിട്ടാണ് പാടുന്നത്. 3 സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സരളി വരിശകൾ 1-ാം കാലം വളരെ സ്ലോലിയാണ് പാടുന്നത്. അപ്പം അതിൻ്റെ 2-ാം കാലം മുതലുള്ള സ്പീഡാണ് ഇതിന് പാടുന്നത്. അപ്പോൾ 1, 2, 3 സ്പീഡിലാണ് ഈ വരിശകൾ വരുന്നത്. നമുക്കൊന്ന് പാടി നോക്കാം. ആദ്യത്തെ സ്വരം 2 താളവട്ടമാണ് 1-ാം കാലം വരുന്നത്. അപ്പം അതിൻ്റെ ഒരു താളവട്ടം കഴിഞ്ഞു. ഒന്നുകൂടി പാടി നോക്കാതെ സരി ഗമ പ ഗമ പ പ ഗമ പധ നീ ധ പ മ ഗമ പ ഗ മ ഗ രി സ. ഇതാണ് ഒന്നാമത്തെ സ്വരം. സാ നീ ധ നീ ധ പ ധ പ മ പ പ. അടുത്ത പോർഷൻ വരുന്നത് ഇപ്പം 2-ാമത്തെ സ്വരത്തിൻ്റെ ഒരു താളവട്ടം കഴിഞ്ഞു 1-ാം കാലത്തിൽ. അടുത്ത താളവട്ടം വരുന്നത് ആദ്യത്തെ സ്വരത്തിൽ രണ്ടാമത്തെ താളവട്ടത്തിൽ പാടിയ സെയിം സ്വരം തന്നെയാണ്. അപ്പം ഈ 1, 2, 3 സ്വരങ്ങളിലെ സെക്കൻഡ് താളവട്ടം ഒരേ സ്വരമാണ് വരുന്നത്. ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അപ്പം 1-ാമത്തേൻ്റെയും 2-ാമത്തേൻ്റെയും സ്വരങ്ങളുടെ 2-ാമത്തെ താളവട്ടം, അതായത് ആദ്യത്തെ 2 താളവട്ടമാണ് 1-ാം കാലത്തിൽ ഓരോ സ്വരങ്ങളും വരുന്നത്. അപ്പോൾ അതിലെ 2-ാമത്തെ താളവട്ടം രണ്ടും ഒരേപോലെയാണ് ഇപ്പം നമ്മൾ പാടിയത്. സാ നീ ധ നീ ധ പ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അടുത്ത 3-ാമത്തെ സ്വരം. 3-ാമത്തെ സ്വരവും 2-ാമത്തെ സ്വരവും തമ്മിൽ വേറൊരു കണക്ഷനും കൂടെ ഉള്ളത്. സാ ആ നിധ എന്ന് പറയുന്നത് സാ സ ആ ദീർഘത്തിൻ്റെ അവിടെ ആ സ്വരം കൂടെ ചേർത്ത് പാടും. സാ നീ ധ നീ ധ പ. അത് 2-ാമത്തെ സ്വരം. അപ്പം പക്ഷെ 3-ാമത്തെ സ്വരം വരുന്നത് സാ സാ നീ ധ. എളുപ്പമാണ് പഠിക്കാൻ. സാ സാ നീ ധ നീ നീ ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. അപ്പം 1, 2, 3 സ്വരങ്ങൾ പഠിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. അത് തമ്മിൽ കുറച്ചൊരു സിമിലാരിറ്റീസ് ഉണ്ട്, ഒരേ സ്വരങ്ങൾ വരുന്നുണ്ട്. അടുത്ത സ്വരം 4-ാമത്തെ സ്വരം. സരി ഗ രി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ
നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, പക്ഷേ നല്ല പാറ്റേൺസ് ആണ്. ഒന്നുകൂടെ സരി ഗരി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ സ. ഇതാണ് ഒന്നാം കാലം വരുന്നത്. ഈ സ്വരം 1 by 1 ആയിട്ട് കണ്ടിന്യൂസ് പാടി പോവുക ചെയ്യുന്നത്, അല്ലാതെ ഒന്ന് പാടി അതിൻ്റെ രണ്ടാം കാലം മൂന്നാം കാലം അങ്ങനെയല്ല. ഒന്നാം കാലം തന്നെ 1 മുതൽ 5 വരെയുള്ള സ്വരങ്ങൾ ഫുള്ളായിട്ട് പാടുന്നു, പിന്നെ രണ്ടാം കാലം ഫുള്ളായിട്ട്, മൂന്നാം കാലം ഫുള്ളായിട്ട്, അങ്ങനെയാണ് ഇത് പാടുന്ന രീതി. നമുക്ക് ഒന്നാം കാലം ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. സരി ഗ മ പ ഗ മ പ പ ഗ മ രി സ സ നി ധ നി ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സ സ നി ഗ മ പ ഗ മ ഗ രി സ സ രി ഗ രി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ. ഇങ്ങനെയാണ് ഒന്നാം കാലം പാടുന്ന രീതി. നമുക്ക് രണ്ടാം കാലം നോക്കാം. അപ്പോൾ ഒന്നാം കാലം പാടി നന്നായി പ്രാക്ടീസ് ചെയ്താൽ രണ്ടാം കാലവും മൂന്നാം കാലവും പാടാൻ ഈസി ആയിരിക്കും. ഒന്ന് രണ്ടാം കാലം പാടി നോക്കാം. സരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സ നി ധ നി ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സ സ നി ധ നി നി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സ രി ഗ രി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ. ഇതാണ് രണ്ടാം കാലം. രണ്ടാം കാലം പാടണമെങ്കിൽ ഒന്നാം കാലം നന്നായി പ്രാക്ടീസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് രണ്ടാം കാലം പാടാൻ പറ്റുള്ളൂ. രണ്ടാം കാലം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ശേഷം മൂന്നാം കാലം ട്രൈ ചെയ്യുക. നമുക്ക് മൂന്നാം കാലം പാടി നോക്കാം. സരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സ നി ധ നി ധ പ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സ സ നി ധ നി ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ സ രി ഗ രി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ. പാടുമ്പം തേർഡ് സ്പീഡ് പാടുമ്പം കുറച്ചുകൂടെ പറ്റുന്ന സ്പീഡിൽ പാടാം. നമ്മൾ പാടി പാടി വരുമ്പോഴത്തേക്ക് മാക്സിമം പറ്റുന്ന സ്പീഡിൽ പാടുക. ക്ലാരിറ്റിയും കൂടെ ഉണ്ടായിരിക്കണം. അത് ഒന്നാം കാലം സ്ലോയിൽ പാടി പ്രാക്ടീസ് ചെയ്ത ശേഷം ബാക്കിയുള്ള സ്പീഡ് പാടുക. ഇതിൻ്റെ അകാരം കൂടി പാടുകയാണെങ്കിൽ കുറച്ചുകൂടെ
എന്താണ് അകാരസാധകം കൂടി അത് പാട്ടിന് ഗുണം ചെയ്യും. മുന്നോട്ടുള്ള പാഠങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് അകാരസാധകം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇത്രയും നിർത്താം. അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു പാഠവുമായിട്ട് കാണാം. താങ്ക് യു.